ശ്രീ എ എം ആരിഫ് മുൻ എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ എം ആരിഫ്, ഈ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ BJPക്കുമാണ്. അതേസമയം CPIM തമ്മിൽ ഭേദമാണ് ഈഴവരെ പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോൾ CPIMനും എതിരെ ചില വിമർശനങ്ങളുണ്ട്. കൃത്യമായി നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പാർട്ടിക്ക് പറ്റുന്നില്ല എന്ന വിമർശനമടക്കം നിലനിൽക്കുന്നുമുണ്ട്. ഈ ലേഖനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹം ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത്. CPIMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായ വിഭാഗങ്ങൾക്കും എല്ലാവരുമായും നല്ല ബന്ധങ്ങളും അവരുടെ സമുദായം എന്ന് നോക്കിയിട്ടല്ല, എല്ലാ സമുദായത്തിലും പെട്ട കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് CPIM അതിന്റെ സംഘടനാ സംവിധാനം പരമാവധി വിനിയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർ മുഖ്യമന്ത്രിക്ക് കളങ്കമുണ്ടാക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിമർശനവും അദ്ദേഹം ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം നല്ല ബന്ധത്തിലാണല്ലോ. അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞ് മുഖ്യമന്ത്രിയോട് സ്നേഹമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നേരിട്ട് പറയുകയാണ് വേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരുടെയും പേരെടുത്ത് പറയാതെ പറയുന്നത് ആരാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഈ നേതൃസ്ഥാനത്ത് പിണറായി അല്ലാതെ മറ്റൊരു മുഖവുമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു ശരിയായ വിലയിരുത്തലല്ല. CPIMന് ഒരു കൂട്ടായ നേതൃത്വമാണ്. അതിൽ നയിക്കുന്നതിൽ പിണറായി എന്ന നിലയിൽ അദ്ദേഹം നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നയിക്കാനുള്ള കഴിവിന്റെ ഫലമായിട്ടാണ് രണ്ടാം വട്ടം പ്രഗത്ഭരായ മന്ത്രിമാരെയും MLAമാരെയും 33 പേരെ ഒഴിച്ചു നിർത്തിയിട്ടും നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപഠനത്തിന് കൂടിയുള്ള അംഗീകാരം തന്നെയാണ്. അത് സംശയമില്ല. പക്ഷെ അദ്ദേഹം മാത്രമേ ഉള്ളൂ CPIM നയിക്കാൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ ഒരു വിലയിരുത്തലായിരിക്കത്തില്ല. കോടിയേരിയുടെ സൗമ്യഭാവവും പിണറായിയുടെ സംഘടനാ മികവും CPIMന് നൽകിയ കരുത്ത് അസാധാരണമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് ആ കരുത്ത് വേണ്ടത്രയുണ്ടോ എന്ന സംശയവും കൂടിയാണ് ഈ എഡിറ്റോറിയലിൽ സൂചിപ്പിക്കുന്നത്. കോടിയേരി സഖാവ് ഒരു പ്രഗത്ഭനായ നേതാവ് തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ നേതൃപാഠവും തീർച്ചയായും പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ പോയോടുകൂടി CPIM പോയി എന്നുള്ള നിലവാരത്തിലോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് CPIM നയം ആവിഷ്കരിക്കുന്ന കൂട്ടായിട്ടാണ്. ആ നയത്തിന്റെ ഇംപ്ലിമെന്റേഷനാണ് നേതാക്കന്മാർ വഴി വരുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ നേതാക്കന്മാരുണ്ടായിരുന്നു. ഏറ്റവും ഓരോരുത്തരും ഓരോ വ്യക്തികളെന്ന നിലയിൽ ഓരോരുത്തർക്കും ഓരോ ശൈലികളും ഉണ്ടാവും. ആ ശൈലികൾക്കപ്പുറമായി ലക്ഷ്യങ്ങളാണ് പ്രധാനം. അത് നടപ്പാക്കുന്ന കാര്യത്തിൽ പിണറായിയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ വേറെ തരത്തിൽ പറയുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് പ്രധാനം. കൂട്ടായി എടുത്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ച പ്രകടന പത്രിക നടപ്പിലാക്കുക, അക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാലാകാലങ്ങളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നടപ്പാക്കുക എന്ന കടമയാണ് നിർവഹിക്കുന്നത്. ഒപ്പം ഇതിപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന സമയം ആണ്. ഒരു ഘട്ടത്തിലടക്കം ഈഴവ വോട്ടുകൾ CPIMന് നഷ്ടമാകുന്നു എന്ന ചില നിരീക്ഷണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഒരു പക്ഷെ പുറത്തൊന്നും ഒരു നേതാക്കളും പറയുന്ന ഒന്നല്ല. ഇപ്പോഴിതാ ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നതനുസരിച്ച് വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ആത്മവിശ്വാസമാണ് വെള്ളാപ്പള്ളി പുലർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകൾ അത് CPIMലേക്ക് വീണ്ടും തിരിച്ചു വരും എന്ന് ഈ വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണത്തിലൂടെ കരുതാനാകുമോ? അല്ല, അതില് ഇപ്പോ എല്ലാ സമുദായ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന CPIMനെ തീർച്ചയായും ഗുണം ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ ഇതര സമുദായ വിഭാഗങ്ങളുടെ നേതൃത്വവും അതുപോലെ തന്നെ ഭരണ മികവിനെ സംബന്ധിച്ചും ഒക്കെ മറ്റുള്ള ഒരുപാട് വ്യക്തികളും ഉദ്യോഗസ്ഥരും അതുപോലുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ടല്ലോ, മൂന്നാമതും LDF ഗവൺമെന്റ് വരുന്നതാണ് സമൂഹത്തിന്, വികസനത്തിന്, വളർച്ചയ്ക്ക് എല്ലാം നല്ലത് എന്ന് ഒരു പൊതു അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീ എ എം ആരിഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.